ഉണ്ണി സൂചിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം യൂണിറ്റ് 1, 2 എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷ നേരത്തെ നിങ്ങൾക്കായി നൽകിയിരുന്നു. ഈ പരീക്ഷയുടെ ഉത്തരങ്ങളെല്ലാവരും തന്നെ എഴുതിയിരിക്കുമെന്ന് കരുതിയാണ്. 1, 2 യൂണിറ്റുകൾ ചേർത്തുള്ള ഈ പരീക്ഷ ഒരു മാതൃക എഴുത്ത് പരീക്ഷ മാത്രമാണ്, ഒരു മത്സര പരീക്ഷയായിട്ടല്ല നൽകിയിരുന്നത്. ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾക്കുള്ള ഒരു പരിശീലനം, അതുവഴി നിങ്ങൾ ആ പാഠഭാഗങ്ങൾ എത്രമാത്രം നന്നായി പഠിച്ച് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇതിൻ്റെ പരീക്ഷ നടത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ ഗ്രേഡ് കണക്കാക്കുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് പ്രയോജനകരമായിരിക്കും. ഈ പരീക്ഷയുടെ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിന് ഗ്രേഡ് കണക്കാക്കുന്നതിന് 5 പോയിൻ്റ് നേടിയാൽ എ ഗ്രേഡ്, 4 പോയിൻറ്റിന് ബി ഗ്രേഡ്, 3 പോയിൻ്റ് നേടിക്കഴിഞ്ഞാൽ സി ഗ്രേഡ്, 2 പോയിൻ്റ് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ഡി ഗ്രേഡ്, ഉത്തരത്തിൽ ആകെ 1 പോയിൻ്റ് എഴുതിയിട്ടുള്ളെങ്കിൽ അതിന് ഇ ഗ്രേഡ് എന്ന ക്രമത്തിലാണ് പോയിൻ്റ് കണക്കാക്കുന്നത്. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 1ാമത്തെ മൂല്യനിർണ്ണയമാണിത്. ഓരോ 2 യൂണിറ്റുകളും പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇനിയും ഇതുപോലുള്ള മൂല്യനിർണ്ണയം അഥവാ പരീക്ഷകൾ നൽകുന്നതായിരിക്കും. അപ്പോൾ ഉത്തരങ്ങളിലേക്ക് നോക്കാം. ആൻസർ കീയിലേക്ക് നമുക്ക് കിടക്കാം. 1ാമത്തെ ചോദ്യം ഇതായിരുന്നു: നിങ്ങളുടെ വിദ്യാലയം സ്ഥാപിച്ചതിൻ്റെ 50ാം വാർഷിക വേളയിൽ അച്ചടിച്ച ഒരു സ്മരണിക പുറത്തിറക്കാൻ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ചേർക്കുന്നതിനായി എൻ്റെ വിദ്യാലയ ചരിത്രം എന്ന പേരിൽ നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് ഒരു ചരിത്ര ലേഖനം തയ്യാറാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ആവശ്യമായ വിവരങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്ന വിവരസ്രോതസ്സുകൾ ഏതെല്ലാമാണെന്ന് ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് കരുതുക. ഇനി അതൊന്ന് പട്ടികപ്പെടുത്താമോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ 5 പ്രധാന കാര്യങ്ങൾ പാഠഭാഗത്തുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്ന് സംഗ്രഹിച്ചിട്ടുള്ളത്. ഏതൊക്കെ പ്രധാന കാര്യങ്ങൾ ഇതിൽ വരണം? 1ാമത്തെ പോയിൻ്റ്, സ്കൂൾ പ്രഥമാധ്യാപിക അല്ലെങ്കിൽ പ്രഥമാധ്യാപകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാം. 2ാമത്തേത്, വിദ്യാലയത്തിൻ്റെ നിലവിലെ സ്ഥിതി വിവരങ്ങൾ സ്കൂൾ ബോർഡുകൾ, ഡയറി, സുവനീറുകൾ, പഴയ രജിസ്റ്ററുകൾ എന്നിവയിൽ നിന്ന് ശേഖരിക്കാം. 3ാമത്തെ പോയിൻ്റാണ് PTA പ്രതിനിധികളിൽ നിന്ന്, സ്കൂൾ സമീപത്തെ മുതിർന്നവരിൽ നിന്ന്. 4ാമത്തെ ഒരു പോയിൻ്റാണ് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന്, പൂർവ്വ അധ്യാപകരിൽ നിന്ന്, മറ്റ് മുൻ ജീവനക്കാരിൽ നിന്ന്. ഒടുവിൽ 5ാമതായിട്ടൊരു പോയിൻ്റുണ്ട്, ITIT സ്കൂളിൻ്റെ സ്കൂൾ വിക്കിയിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കും. അപ്പോൾ ഈ രീതിയിൽ 5 പോയിൻ്റും എഴുതിയിട്ട് എ ഗ്രേഡ് കൊടുക്കുക. 4 പോയിൻ്റ് നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിൽ ബി ഗ്രേഡ് ചേർക്കണം. 3 സി ഗ്രേഡ്, 2 പോയിൻറ്റിന് ഡി ഗ്രേഡ്, 1 പോയിൻ്റ് മാത്രം എഴുതിയില്ലെങ്കിൽ ഇ ഗ്രേഡ്. 2ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളായ ചിലതിൻ്റെ ചിത്രങ്ങളാണ് താഴെ തരുന്നത്, അവയുടെ പേരുകൾ എഴുതാമോ, ഒപ്പം ഓരോന്നിനെ പറ്റി ഓരോ ചെറു വിവരണം കൂടി എഴുതണമേ എന്നാണ് പറഞ്ഞിരുന്നത്. 3 എണ്ണമാണ് ചിത്രം തന്നിരിക്കുന്നത്. 3 എണ്ണത്തിൻ്റെ പേരുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 പോയിൻ്റ് നിങ്ങൾക്ക് ചേർക്കാം. കുടക്കല്ലുകൾ, 2ാമത്തെ ചിത്രം മുനിയറകൾ, 3ാമത്തേത് നന്നങ്ങാടികൾ. ഈ 3 ഉത്തരം ശരിയായിട്ടുണ്ടെങ്കിൽ 1 പോയിൻ്റ് നൽകാം. ഇതിൽ 3 എണ്ണത്തെക്കുറിച്ചും വിവരണങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾ അത്രയും നന്നായി പഠിച്ചു എന്നാണ് അതിനർത്ഥം. അപ്പോൾ 2 എണ്ണത്തിനെങ്കിലും എഴുതിയിട്ടുണ്ടാവണം. 2 എണ്ണത്തിന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1-ന് 2 പോയിൻ്റെങ്കിലും പ്രധാനമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ആ 2 പോയിൻ്റ് കുടക്കല്ലുകളെക്കുറിച്ച് ഉള്ള വിവരണത്തിൽ ഇതൊക്കെ നോക്കാം. 2-2.5 മീറ്റർ ഉയരമുള്ള പരന്ന കല്ലുകൾ കുറച്ച് ചായച്ച് പിരമിഡിൻ്റെ ആകൃതി നിർത്തിവെക്കും. അതിൻ്റെ മീതെ വൃത്താകാരത്തിലുള്ള വലിയ കൂമ്പാരക്കല്ലുകൾ വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിക്കുന്നത്. ഇവയ്ക്ക് കുടയുടെ ആകൃതി ഉള്ളതുകൊണ്ടാണ് കുടക്കല്ലുകൾ എന്ന പേര്. അപ്പോൾ 3 പോയിൻ്റ് ഇതിലുണ്ട് ശരിക്കും. അപ്പോൾ അതിൽ 2 പോയിൻ്റെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 2 സ്കോർ ചേർക്കാം. മുനിയറകൾ, കുത്തനെ നാട്ടിയ കൽപ്പാളികളും അതിന് മുകളിൽ ഒരു കൽപ്പാളിയും വെക്കും. പുറമേ നോക്കുമ്പോൾ ഒരു മേശയുടെ ആകൃതിയാണ് ഇതിന്. ഈ കൽപ്പാളികൾക്കുള്ളിൽ ഒരു അറ രൂപപ്പെടും. അതുകൊണ്ട് ഇതിനെ മുനിയറകൾ എന്നാണ് വിളിക്കുന്നത്. ചിലയിടങ്ങളിൽ ചെങ്കൽ അറകൾക്ക് മുനിയറകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൽ 4 പോയിൻ്റുകൾ ഉണ്ട്. അതിൽ 2 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പോയിൻ്റ് ചേർക്കാം. അപ്പോൾ ഇനി അടുത്തതൊന്നുള്ളത് നന്നങ്ങാടികളാണ്. മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ കളിമൺ പാത്രങ്ങളാണ് നന്നങ്ങാടികൾ. തീയിൽ ചുട്ടെടുത്ത ഇത്തരം കളിമൺ ഭരണികൾക്ക് മുതുമക്കത്താഴികൾ എന്നും പേരുണ്ട്. നന്നങ്ങാടികൾക്കൊരു മൂടി ഉണ്ടാകും. ഈ മൂടിയുടെ നടുവിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാവും. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിൻ്റുകൾ. മറ്റൊരു പ്രത്യേകത കൂടി അവിടെ എഴുതിയത് 100 ലിറ്റർ വെള്ളം നിറക്കാവുന്ന വലിയ നന്നങ്ങാടികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ 3 പ്രാചീന അവശിഷ്ടങ്ങളിലും 2 പ്രത്യേകതകൾ വീതമെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ, അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 സ്കോർ വീതം ചേർക്കാം. 3ൻ്റെയും പേരുകൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 2 എണ്ണത്തിൻ്റെയും പേരൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് 1 പോയിൻ്റ് ചേർക്കാം. അങ്ങനെ ആകെ 5 പോയിൻ്റാണ്. 5 പോയിൻ്റ് എ ഗ്രേഡ്, 4 പോയിൻ്റാണ് നിങ്ങൾക്ക് ആകെ സ്കോർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി ഗ്രേഡ്. ആ രീതിയിൽ നിങ്ങൾ എഴുതിയതിനനുസരിച്ച് സത്യസന്ധമായ പോയിൻ്റ് ചേർക്കുക, അതിനനുസരിച്ചുള്ള ഗ്രേഡ് ചേർക്കുക. അടുത്ത ചോദ്യം നോക്കാം. 3ാമത്തെ ചോദ്യം, ചരിത്രാതീതകാലത്തെയും ചരിത്രകാലത്തെയും ചരിത്രം അറിയാൻ നമുക്ക് വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന ചില സ്രോതസ്സുകളാണ് താഴെ തന്നിരിക്കുന്നത്. അവയെ വേർതിരിച്ച് പട്ടികപ്പെടുത്താമോ? നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, ഗുഹാചിത്രങ്ങൾ, താളിയോലകൾ, പുസ്തകങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ. ഇപ്പോൾ ചരിത്രാതീതകാലത്തെ
വസ്തുക്കൾ ഏതൊക്കെയാണ്, വിവരങ്ങൾ ലഭിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്, ചരിത്രകാലത്തേത് ഏതൊക്കെയാണെന്ന് എഴുതേണ്ടത്. ഒന്നാമത്തേത് ചരിത്രാതീത കാലത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഗുഹാചിത്രങ്ങൾ, പുരാതന മൺപാത്രങ്ങൾ. ചരിത്രകാലത്തേത് വിവരം ലഭിക്കുന്നത് നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, താളിയോലകൾ, പുസ്തകങ്ങൾ എന്നിവ. അപ്പോൾ ഇതിൽ 5 പോയിൻ്റ് 5 തരംതിരിച്ച് ശരിയായ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എ ഗ്രേഡ്, 4 ബി ഗ്രേഡ്, 3 സി ഗ്രേഡ്, 2 ഡി ഗ്രേഡ്, 1 ഇ ഗ്രേഡ് എന്ന ക്രമത്തിൽ ചേർക്കുക. 4ാമത്തെ ചോദ്യം, പ്രാചീന മനുഷ്യരുടെ പ്രധാന ആയുധം കല്ലുകളായിരുന്നുവല്ലോ, അവർ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നതെന്ന് വിശദീകരിക്കുക. അപ്പോൾ പ്രാചീന മനുഷ്യർ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടാൻ, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, കാട്ടുകിഴങ്ങുകൾ കുഴിച്ചെടുക്കാൻ, കായ്കനികൾ ശേഖരിക്കാൻ, ശത്രുക്കളെ നേരിടാൻ എന്നീ കാര്യങ്ങൾക്കാണ്. അപ്പോൾ 5 പോയിൻ്റ് അവിടെ തന്നിട്ടുണ്ട്. 5 എഴുതിയിട്ടുണ്ടെങ്കിൽ എ ഗ്രേഡ്, മറ്റ് പോയിൻ്റ് കുറയുന്നതിനനുസരിച്ച് അതിനുള്ള ഗ്രേഡ് ചേർക്കുക. 5ാമത്തെ ചോദ്യം, പ്രാചീന ശിലായുഗത്തിലെയും നവീന ശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തിലെ സവിശേഷതകൾ താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ താഴെ തന്നിരിക്കുന്ന കുറിപ്പിൽ പ്രധാനപ്പെട്ട താരതമ്യങ്ങളൊക്കെ തന്നെ ചേർത്തിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ പരുക്കൻ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ചു. നവീന ശിലായുഗത്തിലെ മനുഷ്യർ മൂർച്ചപ്പെടുത്തിയതും മിനുസപ്പെടുത്തിയതുമായ കല്ലുകൾ ആയുധങ്ങളാക്കി. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടി, നവീന ശിലായുഗ മനുഷ്യർ അവയെ ഇണക്കി വളർത്തി. പ്രാചീന ശിലായുഗ മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചു, നവീന ശിലായുഗ മനുഷ്യർ കൃഷി ആരംഭിച്ചു. പ്രാചീന ശിലായുഗ മനുഷ്യർ നാടോടികളായിരുന്നു, നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരമായ ഒരിടത്ത് താമസിച്ചു. പ്രാചീന ശിലായുഗ മനുഷ്യർ ഗുഹകളിൽ താമസിച്ചു, നവീന ശിലായുഗ മനുഷ്യർ വാസസ്ഥലങ്ങൾ നിർമ്മിച്ച് താമസിച്ചു. പ്രാചീന ശിലായുഗ മനുഷ്യർ തീയുടെ ഉപയോഗം അറിയുന്നവരായിരുന്നു, നവീന ശിലായുഗ മനുഷ്യർ മൺപാത്രങ്ങൾ നിർമ്മിച്ചു, ചക്രങ്ങൾ നിർമ്മിച്ചു. ഈ രീതിയിൽ പ്രാചീന ശിലായുഗ മനുഷ്യരെയും നവീന ശിലായുഗ മനുഷ്യരെയും തമ്മിൽ അവരുടെ ജീവിത സവിശേഷതകളെ ചേർത്ത് താരതമ്യം ചെയ്തുള്ള കുറിപ്പ് തയ്യാറാക്കിയതിൽ 5 പോയിൻ്റെങ്കിലും ശരിയായ രീതിയിൽ താരതമ്യം ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 പോയിൻ്റ്, 5 വസ്തുതകളെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 5 പോയിൻ്റ്, അതിൽ എ ഗ്രേഡ്. അപ്പോൾ ഇവിടെ 5 പോയിൻ്റ് അല്ല പ്രധാനമായി ഇവിടെയുള്ളത്, അതിലധികമുണ്ട്. എങ്കിൽ 5 എണ്ണമെങ്കിലും ഇതിലേക്ക് എഴുതിയിട്ടുണ്ടാവണം, എങ്കിൽ 5 പോയിൻ്റ്. മുഴുവൻ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണെങ്കിലും പ്രധാനപ്പെട്ട ഈ ഇതിൽപ്പെട്ടവയൊക്കെ തന്നെ എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണെങ്കിലും 5 പോയിൻ്റിനെങ്കിലും എ ഗ്രേഡ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ശരി, ആ രീതിയിൽ ഗ്രേഡ് നൽകുക. അടുത്തത് നോക്കാം. 6ാമത്തെ ചോദ്യം, ഫലഭൂയിഷ്ഠ വിളഭൂമികളായ നദീതടങ്ങളുമായി ബന്ധപ്പെട്ടാണ് വെങ്കലയുഗത്തിലെ മെസപ്പൊട്ടേമിയൻ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, ചൈനീസ് നാഗരികതകൾ വളർന്നു വന്നത്. താഴെ പറയുന്ന കാര്യങ്ങൾ ഏതേത് നാഗരികതകളുടെ ബന്ധപ്പെട്ടവയാണ് തിരിച്ചറിഞ്ഞ് പട്ടികപ്പെടുത്തുക. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ, നൈൽ നദി, ഹൊയാങ്ഹോ നദി, സിന്ധു നദി, ഹൈറോഗ്ലിഫിക്സ്, ദശാംശ സമ്പ്രദായം, പിരമിഡുകൾ, ലോഥൽ, മെസപ്പൊട്ടേമിയയുമായി കച്ചവട ബന്ധം, സ്ഫിങ്സ്, സിഗുറാത്ത്, വെങ്കല പ്രതിമ നിർമ്മാണം, ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ബഹുനില കെട്ടിടങ്ങൾ, ഇന്ന് ഉപയോഗത്തിലുള്ള ലിപി, 365 ദിവസങ്ങളുടെ കലണ്ടർ, യൂണിഫോം. അപ്പോൾ മെസപ്പൊട്ടേമിയൻ നാഗരികതകളുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. ഈജിപ്ഷ്യൻ നാഗരികതകളുമായി ബന്ധപ്പെട്ട 4 പ്രധാന കാര്യങ്ങളുണ്ട്. ഹാരപ്പൻ നാഗരികതയുമായി ബന്ധപ്പെട്ട 4 പ്രധാന കാര്യങ്ങളുണ്ട്. ചൈനീസ് നാഗരികതയുമായി ബന്ധപ്പെട്ടതും അതുപോലെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. അവ കൃത്യമായി വേർതിരിച്ച് ഈ പട്ടികയിൽ തന്നതുപോലെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ 13 മുതൽ 16 വരെ 16 കാര്യങ്ങളാണ് ആകെ തരംതിരിച്ച് എഴുതാനുള്ളത്. അത് 13 മുതൽ 16 വരെ നിങ്ങൾ എഴുതിയത് ശരിയാണെങ്കിൽ എ ഗ്രേഡ്. അതുപോലെ തന്നെ 10, 11, 12 എണ്ണം ഇതിലേതെങ്കിലും എണ്ണം ആകെ ശരിയായിട്ടുള്ളെങ്കിൽ അതിന് ബി ഗ്രേഡ്. 7, 8, 9 ശരിയുണ്ടെങ്കിൽ സി ഗ്രേഡ്. 4, 5, 6 ഇതിലേതെങ്കിലും മാത്രമേ ശരിയായിട്ടുള്ളെങ്കിൽ ഡി ഗ്രേഡ്. അതിൽ താഴെ എണ്ണം ആകെ 3 എണ്ണം, 1, 2, 3 മാത്രമേ ശരിയായ തരംതിരിച്ച് നടന്നിട്ടുള്ളെങ്കിൽ അതിന് ഇ ഗ്രേഡ് എന്ന രീതിയിൽ ഗ്രേഡ് കാണുക. അപ്പോൾ നിങ്ങൾ പരീക്ഷ എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനം. പരീക്ഷയുടേതായ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചെഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, കൂടുതൽ നന്നായി ഇനിയുള്ള പരീക്ഷകൾക്ക് ഇതുപോലെ പരീക്ഷകൾ ഇനിയും തരും. ആ പരീക്ഷകളൊക്കെ നന്നായി പഠിച്ച് എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുണ്ടാവണം. ഏതെങ്കിലും സംശയം കഴിഞ്ഞ എപ്പിസോഡുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മറുപടി നിങ്ങൾക്ക് കഴിയുന്നത് വേഗം നൽകുന്നതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാർക്ക് ബന്ധുക്കളും ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ചോദ്യങ്ങളുടെ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ട് ഗ്രേഡും കണക്കാക്കി. അതിൻ്റെ പോയിൻ്റ് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു. അപ്പോൾ എ ഗ്രേഡ് കിട്ടേണ്ട 5 പോയിൻ്റാണ്, ബി ഗ്രേഡിന് 4, സി ഗ്രേഡിന് 3, ഡിക്ക് 2, ഇ ഗ്രേഡാണ് 1 പോയിൻ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഈ 6 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെ ഗ്രേഡ് നിങ്ങൾ ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് ഓരോന്നിനും എത്ര പോയിൻ്റാണ് വരിക എന്ന് കണ്ടു. ഈ പോയിൻ്റ് ആകെ കൂട്ടി നോക്കുക. അപ്പോൾ എല്ലാത്തിനും എ ഗ്രേഡാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്പോൾ എല്ലാം ശരിയായാലും ആകെ 6 ചോദ്യങ്ങൾക്ക് 5 പോയിൻ്റ് വീതം വരുമ്പോൾ 30 പോയിൻ്റ് ആകെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആകെ എത്ര പോയിൻ്റ് എന്ന് കൂട്ടി എഴുതുക. ഇനി ഓവറോൾ ഗ്രേഡ്, ഈ പരീക്ഷയുടെ ഗ്രേഡ് നിങ്ങൾക്ക് എന്താണ് കിട്ടിയതെന്ന് അറിയാൻ ഈ സ്കോർ അനുസരിച്ച് ഇങ്ങനെയാണ് വരിക.
23 മുതൽ 30 വരെ എ ഗ്രേഡ്, 18 മുതൽ 22 വരെ ബി ഗ്രേഡ്, 14 മുതൽ 17 വരെ സി ഗ്രേഡ്, 8 മുതൽ 13 വരെ ഡി ഗ്രേഡ്, 1 മുതൽ 7 വരെ സ്കോർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇ ഗ്രേഡ്. അപ്പോൾ ഗ്രേഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യുക? അടുത്ത പരീക്ഷയ്ക്ക് നന്നായി തയ്യാറാവുക. അടുത്ത യൂണിറ്റുകൾ 1-2 യൂണിറ്റിനപ്പുറം 3-4 യൂണിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പരീക്ഷ വരും. അപ്പോൾ ആ പരീക്ഷകൾക്കൊക്കെ നന്നായി പഠിച്ച് യഥാസമയം തയ്യാറാവാനുള്ളൊരു പരിശീലനം ഉണ്ടാവണം. ആ രീതിയിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.